ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി തീരത്ത് നിന്ന് 25,000 കോടി രൂപയുടെ മെത്താഫെറ്റമിൻ പിടിച്ച കേസിൽ ഇറാൻ പൗരനെ വെറുതെ വിട്ട വിധിയിൽ NCBക്ക് കടുത്ത വിമർശനം. പ്രീമിയർ ഏജൻസിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നടപടികൾ സംബന്ധിച്ച തിരിച്ചറിവില്ല. നടപടികളുടെ വീഴ്ച മൂലം പ്രതിക്കെതിരായ ആരോപണം വിശ്വസിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. അരുൺ ശങ്കർ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഇതെന്താണ് സംഭവം? ഈ ഇറാനിയൻ പൗരനെ വെറുതെ വിടുകയായിരുന്നോ? കൂടുതൽ വിശദാംശങ്ങൾ. കൊച്ചി തീരത്ത് നിന്ന് 2023 മെയ്യിൽ 25,000 കോടി രൂപയുടെ മെത്താഫെറ്റമിൻ പിടിച്ച കേസിൽ അറസ്റ്റിലായ ഇറാനിയൻ പൗരനെ നേരത്തെ തന്നെ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ വെറുതെ വിട്ട സംബന്ധിച്ച വിധി പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിധി പകർപ്പ് ഞെട്ടിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ പ്രീമിയർ അന്വേഷണ ഏജൻസിയായ NCBയുടെ വീഴ്ച, ഈ കേസിലുണ്ടായിട്ടുള്ള വീഴ്ച അക്കം പറഞ്ഞ് നിരത്തുകയാണ് വിധി പകർപ്പിൽ ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ NCB പോലുള്ള പ്രീമിയർ ഏജൻസികൾ അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകില്ല. NCBയാണ് മറ്റ് പല സംസ്ഥാന ഏജൻസികൾക്കും ഈ നർക്കോട്ടിക് സംബന്ധിച്ചുള്ള കേസുകളിൽ പരിശീലനവും ബോധവൽക്കരണവും ഉൾപ്പെടെ നൽകുന്നത്. എന്നാൽ ഈ പ്രധാനപ്പെട്ട ഏജൻസിക്ക് തന്നെ ഇക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് വിധി പകർപ്പിൽ വ്യക്തമാകുന്നത്. പ്രധാനമായിട്ടും ഈ തൊണ്ടി മുതൽ, അതായത് മെത്താഫെറ്റമിൻ കരയിൽ കൊണ്ടുവന്നതിന് ശേഷം അത് കൈകാര്യം ചെയ്തതിൽ പ്രധാനമായും വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഈ വിധി പകർപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. കരയിൽ സമുദ്രിക ഇന്റർനാഷണൽ ടെർമിനലിലാണ് അവർ സൂക്ഷിച്ചത്. പക്ഷേ ആ ടെർമിനലുമായിട്ട് NCBക്ക് ഒരു ബന്ധവുമില്ല. അത് ആരാണ് അവിടുത്തെ ഇൻചാർജ് എന്ന് വ്യക്തമല്ല. അതോടൊപ്പം തന്നെ കരയ്ക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള 3 ദിവസം കഴിഞ്ഞ് പിന്നീട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതായത് ഈ സാമ്പിൾ ശേഖരിക്കുന്നതാണെങ്കിലും അതോടൊപ്പം തന്നെ ഇത് പിടിച്ചെടുക്കുന്നതാണെങ്കിലും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. 25,000 കോടി രൂപയുടെ മെത്താഫെറ്റമിൻ പിടിച്ച കേസിൽ ഇറാൻ പൗരനെ വെറുതെ വിട്ട വിധിയിലാണ് NCBക്ക് കടുത്ത വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.